ഹായ് ഫ്രണ്ട്സ്, ഇതേ 1.5 കിലോ വെയിറ്റ് വരുന്ന ഒരു ബട്ടർ സ്കോച്ച് കേക്കായിരുന്നേ. ഇത് നമ്മുടെ സ്ഥിരം ഒരു കസ്റ്റമറാണ് ഓർഡർ തന്നത്. ഇപ്രാവശ്യം അവർ തന്ന ഡിസൈൻ ഒരു പാവക്കുട്ടിക്ക് ഒരു ഫ്രോക്കൊക്കെ വെച്ച് നല്ലൊരു ഡിസൈൻ അയച്ചു തന്നു. അപ്പോൾ പാവക്കുട്ടീനെ വാങ്ങിച്ചു. അത് ഫോട്ടോ പ്രിൻ്റ് ആയതുകൊണ്ടേ 2 ടൂത്ത് പിക്കൊക്കെ വെച്ചു അതിൻ്റെ മുകളിൽ പാവക്കുട്ടി വെച്ച് കേക്കിലേക്ക് വെച്ചത്. ഡയറക്റ്റ് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ റോസ് ഫ്ലവർ ഉണ്ടാക്കുന്ന നോസിലില്ലേ, അതുകൊണ്ടാണ് ഈ ഫ്രോക്ക് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ്, എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കണ്ടോ, അങ്ങനെ റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇടയ്ക്കൊരു ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ലൈറ്റ് ഷെയ്ഡാണ് കേക്കിൻ്റെ ആദ്യമേ കൊടുത്തത്. ഫ്രോക്കിന് നല്ല ഡാർക്ക് പിങ്കും കൊടുത്തു. പിന്നെ ആ ഗ്യാപ്പ് വന്നെടുത്തൊക്കെ എല്ലാം വേറൊരു നോസിൽ ഡിസൈനും കൂടെ കൊടുത്തു. ആ ഫ്രോക്കിനെ കുറച്ചും കൂടെ ഭംഗിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് 2 പേരുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. ഒന്ന് കൊച്ചുമോളുടെയും പിന്നെ ഗ്രാൻഡ് ഫാദറിൻ്റെയും. അമ്മ അയർലൻഡിൽ നിന്ന് വന്ന ഓർഡറാണ്. കേക്ക് കൊണ്ട് കൊടുക്കണം. നടേഷയുടെ ആ ഗ്യാപ്പ് വന്ന് പോർഷനെല്ലാം ഒന്ന് ഫില്ലാക്കുവാണ്. പിന്നെ സൈഡിലെല്ലാം ഒന്നും കൂടെ ഡെക്കറേഷൻ ചെയ്തേക്കാമെന്ന് വെച്ചു. ചെറിയ നോസിൽ വർക്ക് കൊടുത്തു. ഇനി ഫൈനലായിട്ട് കുറച്ച് ബീഡ്സ് കൊടുത്തു, വൈറ്റ് ബീഡ്സ്. കണ്ടോ, ടോപ്പിൽ ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുത്തു, ഇവിടെ വൈറ്റ് ബീഡ്സ്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ പപ്പ എൻ്റെ നടേഷാന്ന് എഴുതിയിട്ട് സിൽവർ ബീഡ്സും കൂടി ഇട്ട് കൊടുത്തു. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ കൊച്ചു ഡെക്കറേഷനൊക്കെ? എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും കമൻറ്റും ഷെയറുമാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.